യുഎസിലെ മിഷിഗണിൽ പള്ളിയിലുണ്ടായ വെടിവെപ്പിൽ മരണം 4 ഗ്രാൻഡ് ബ്ലാക്ക് ടൗൺഷിപ്പിലെ പള്ളിയിലാണ് ആക്രമണമുണ്ടായത്. പള്ളിയിലേക്ക് കാർ ഇടിച്ചു കയറ്റി വെടിയുതിർക്കുകയായിരുന്നു. പ്രതിയെ പോലീസ് വധിച്ചതായാണ് വിവരം. FBI അന്വേഷണം പുരോഗമിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വിവരങ്ങൾ ഐസൺ ജോസ് നൽകും. ഐസൺ, ഈ പള്ളികളിൽ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ അമേരിക്കയിൽ മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ നടക്കുകയാണ്. ഈ അക്രമിയുടെ ഉദ്ദേശം എന്തായിരുന്നു? അക്രമത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? തീർച്ചയായും ഈ അക്രമിയുടെ ഉദ്ദേശം സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമായൊരു മറുപടി അമേരിക്കയുടെ ഭാഗത്തു നിന്ന്, അമേരിക്കയിലെ പോലീസ് സംവിധാനങ്ങളുടെയോ അനുബന്ധ സംവിധാനങ്ങളുടെയോ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ അക്രമിയുടെ പേര് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അക്രമിയുടെ പേര് പറയുന്നുണ്ട് എന്നതല്ലാതെ മറ്റു വിവരങ്ങളൊന്നും തന്നെ ഇത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ലഭ്യമല്ല എന്നതാണ്. തോമസ് ജേക്കബ് സാൻഫോർഡ് എന്ന് പറയുന്ന 40-കാരനായ ഒരു പഴയ US പട്ടാളക്കാരനാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് വിശദീകരണം അമേരിക്ക നൽകുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ പള്ളിയിൽ നടന്ന ആക്രമണം നടത്തിയ കാർ ഇടിച്ച് കയറ്റി വെടിയുതിർക്കുകയായിരുന്നു. 4 പേർ മരിച്ചു എന്നാണ് ഏറ്റവും പുതിയതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. 4 പേരുടെ മരണത്തിനിടയാക്കുകയും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും 8 പേർക്ക് മൊത്തം പരിക്കേൽക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിന് കർശനമായ നീക്കങ്ങളും നടപടികളും പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അന്വേഷണം ശക്തമായി തുടരുന്നുണ്ട്. ഇത് 3-ാം തവണയാണ് ഇത്തരത്തിൽ പള്ളികൾക്ക് നേരെയുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നത് എന്നതാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായ നിരീക്ഷണവും കൃത്യമായ അന്വേഷണവും ഇക്കാര്യത്തിൽ നടക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ അംഗീകരിക്കുകയും ഇതൊരു വലിയ ദുരന്തമായി തന്നെ അദ്ദേഹം കാണുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറെ ഗൗരവമേറിയിരിക്കുന്ന വിഷയം. തീർച്ചയായും മിഷിഗണിലെ ഈ നടന്ന ആക്രമണത്തെ കൃത്യമായി അപലപിക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയിലെ ഉന്നത നേതാക്കളെല്ലാം തന്നെ. ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റും എല്ലാം തന്നെ JD വാൻസ് എല്ലാം തന്നെ ഇക്കാര്യത്തെ അപലപിച്ചുകൊണ്ടുള്ള നിലപാടുകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായ നീക്കങ്ങൾ, അന്വേഷണത്തിൻ്റെ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ആക്രമിയും കൊല്ലപ്പെട്ട ഒരു സാഹചര്യത്തിൽ എന്താണ് ആക്രമിയുടെ ലക്ഷ്യമെന്ന് പ്രാഥമികമായ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ ഇയാളുടെ ബന്ധങ്ങൾ സംബന്ധിച്ചും ഇയാളുടെ മറ്റു ബന്ധങ്ങളെല്ലാം സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ തുടരുകയുമാണ്. അമേരിക്കയിൽ പള്ളിയിലുണ്ടായ വെടിവെപ്പിൽ മരണം 4 FBI അന്വേഷണം പുരോഗമിക്കുന്നതായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.